സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലോ ത്രൂ ഒറിഫൈസസ് ആൻഡ് മൗത്ത് പീസസ്. ഒറിഫൈസും മൗത്ത് പീസ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ലാസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഒറിഫൈസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് എനി ക്രോസ് സെക്ഷൻ സച്ച് എ സർക്കുലർ, ട്രയാങ്കുലർ എറ്റ്സെട്ര ഇൻ വാൾ ഓർ ബേസ് ഓഫ് എ വെസൽ ഓർ എ ടാങ്ക് ത്രൂ വിച്ച് ദ ഫ്ലൂയിഡ് ഫ്ലോസ്. അതായത് ഒരു സാധാരണ ഒരു ഓപ്പണിംഗ് എവിടെയൊക്കെ ആവാം, കണ്ടെയ്നറിൻ്റെയോ അല്ലെങ്കിൽ വെസലിൻ്റെയോ അല്ലെങ്കിൽ ടാങ്കിൻ്റെയോ സൈഡിലാവാം, ബേസിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലറോ സർക്കുലറോ സ്ക്വയറോ എന്തും ആവാം. ഓക്കെ, ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫൈസ് ഈസ് ഓൾവേസ് ബിലോ ദ സർഫസ് ഓർ ലെവൽ ഓഫ് ലിക്വിഡ് ഓൺ ദി അപ്സ്ട്രീം സൈഡ്. അതായത് എപ്പോഴും ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത് ഫ്രീ സർഫസിനേക്കാളും താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇഫ് ദ ഫ്രീ സർഫസ് ഈസ് ബിലോ ദി ടോപ്പ് എഡ്ജ് ഓഫ് ദ ഓപ്പണിംഗ് ഇറ്റ് വിൽ നോട്ട് ബി കോൾഡ് ആൻ ഒറിഫൈസ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒറിഫൈസ് എന്ന് വിളിക്കാനായിട്ട് കഴിയില്ല. എന്താണ് മൗത്ത് പീസ് എന്നുള്ളത് നോക്കാം. മൗത്ത് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ അറ്റാച്ച്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ലെങ്ത് ഓഫ് പൈപ്പ് ഓർ ട്യൂബ് വിച്ച് ഈസ് യൂഷ്വലി 2 to 3 times orifice diameter in length fixed to the orifice and is used to increase the amount of discharge. മൗത്ത്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിഫൈസിലുള്ളതിനേക്കാളും ഡിസ്ചാർജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പൈപ്പ് പോലെ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയാമീറ്ററിൻ്റെ 2 to 3 times ലാർജർ ആയിരിക്കും. ഓക്കെ, orifices as well as some mouthpieces are used to measure the discharge or rate of flow of the fluid. ഫ്ലൂയിഡിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ തന്നെയാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഒറിഫൈസസ് ആണ് നോക്കാനുള്ളത്. ഇതിനകത്ത് 4 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ആദ്യം അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ഹെഡ് ഓഫ് ദ ലിക്വിഡ്. സ്മോൾ ഒറിഫൈസസ് ഉണ്ട്, ലാർജ് ഒറിഫൈസസ് ഉണ്ട്. ഹൈറ്റ് ഗ്രേറ്റർ ദാൻ 5D ആണെന്നുണ്ടെങ്കിൽ, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഓപ്പണിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്താണ്. എച്ച് എന്ന് പറയുന്നത് ആ വാട്ടറിൻ്റെ ഹെഡ് എത്രയുണ്ടോ അത്, അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ലാർജ് ഒറിഫൈസ് എന്ന് പറയുന്നത് എച്ച് ലെസ് ദാൻ 5D ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒറിഫൈസ് ആയിരിക്കും കൂടുതൽ വലിപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ലിക്വിഡ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഒറിഫൈസും ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ഒറിഫൈസുമാണ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് അക്കോർഡിംഗ് ടു ദ ഷേപ്പാണ്. സർക്കുലർ ഒറിഫൈസസ്, ട്രയാങ്കുലർ, റെക്റ്റാങ്കുലർ, സ്ക്വയർ ഒറിഫൈസസ് ഒക്കെ വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദി അപ്സ്ട്രീം എഡ്ജ്. ഇവിടെ അപ്സ്ട്രീം എഡ്ജിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്സ്ട്രീം എന്ന് പറയുന്നത് ഇതാണ് അപ്സ്ട്രീം, ഇതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്സ്ട്രീം സൈഡിൽ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്, ഒരു എഡ്ജ് പോലെയാണ് കിടക്കുന്നത്, ഷാർപ്പായിട്ടല്ലേ. അപ്പോൾ അതിനെ ഷാർപ്പ് എഡ്ജ് ഒറിഫൈസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒറിഫൈസ് എന്ന് പറയും. അതല്ല, ആ ഷാർപ്നെസ് പുറത്തോട്ടാണ് നിൽക്കുക, ഡൗൺ സ്ട്രീം സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ബെൽ മൗത്ത്ഡ് ഒറിഫൈസ് എന്ന് പറയും. ദെൻ ഓക്കെ, അതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് തിൻ പ്ലേറ്റ് ആയിരിക്കും, താഴെ കാണിച്ചിരിക്കുന്നത് തിക്ക് വോൾവ് അല്ലെങ്കിൽ തിക്ക് പ്ലേറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഡിസ്ചാർജ് ഓർ ദ ഡിസ്ചാർജ് കണ്ടീഷൻസ്, അതിനെ ഡിസ്ചാർജിനെ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഫ്രീ ഡിസ്ചാർജ്, ഫുള്ളി സബ്മർജ്ഡ് ഡിസ്ചാർജ്, പാർഷ്യലി സബ്മർജ്ഡ് ഡിസ്ചാർജ് അല്ല, ഫ്രീ ഡിസ്ചാർജ് ഒറിഫൈസ്, അതുപോലെ തന്നെ ഫുള്ളി സബ്മർജ്ഡ് ഒറിഫൈസ്, പാർഷ്യലി സബ്മർജ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. അത് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ഡിസ്ചാർജിൽ ഫ്രീ ഡിസ്ചാർജ് ഒറിഫൈസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. If there is no liquid on the downstream side, or if the liquid level on the downstream side is up to or below the bottom edge of orifice, the orifice will discharge freely into atmosphere without obstruction caused by the liquid on the downstream side is known as free orifice. അതായത് നമ്മുടെ ഡൗൺസ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ല, അല്ലെങ്കിൽ അവിടെ ലിക്വിഡ് ഇല്ല, അങ്ങനെയുള്ള ഒരു കേസിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മൗത്ത് പീസിനേക്കാളും താഴെയാണ്, ഒറിഫൈസിനേക്കാളും താഴെയാണ് ആ ലെവൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിക്വിഡ് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട്
താഴോട്ടേക്ക് വരാനായിട്ട് തുടങ്ങും ഇല്ലേ. ഇനി അതായത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗർ ഇതാണ് നമ്മളുടെ ഫ്രീ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഫ്രീ ഡിസ്ചാർജ് ഒറിഫൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫുള്ളി സബ്മേർജ്ഡ് ആണ്. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്കറിയാം ഫുള്ളി സബ്മേർജ്ഡ് എന്ന് പറയുമ്പോൾ ഒറിഫൈസ് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി സബ്മേർജ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുന്നതാണ് നമ്മളുടെ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ്. പാർഷ്യലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറിഫൈസിൻ്റെ പാർഷ്യലായിട്ട് സബ്മേർജ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ സി എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാമാണ് 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേമാണ് വെന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. എന്താണ് വെന കോൺട്രാക്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ജസ്റ്റ് താഴെയുള്ള ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ഇതൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൽ നമുക്കിവിടെ ഒരു ഒറിഫൈസ് ഉണ്ട്. ഇവിടെ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ കാണിച്ചിരിക്കുന്ന ഡയമീറ്ററിൽ ഒരു ഒറിഫൈസ് ഉണ്ട്. അതിലൂടെ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇത് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പ്രത്യേക ഒരു ക്രോസ് സെക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതായത് d/2 എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ എന്തായിരിക്കും, അവിടെ ആ ഒരു ജെറ്റിൻ്റെ, അതായത് ആ വരുന്ന ആ ഒരു ജെറ്റിൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് d/2 ഡിസ്റ്റൻസിലുള്ള ആ ഒരു ക്രോസ് സെക്ഷൻ, അതിനെയാണ് നമ്മൾ വെന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ദ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ലിക്വിഡ് ദറ്റ് കംസ് ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് എൻ ഒറിഫൈസ് ഗെറ്റ്സ് കോൺട്രാക്റ്റഡ് ഫ്രം ദ മൗത്ത് പീസ് ടു ദ ഒറിഫൈസ്, ഫ്രം ദ മൗത്ത് ഓഫ് ദ ഒറിഫൈസ് ടു എ ഡിസ്റ്റൻസ് അബൌട്ട് ഹാഫ് ദ ഡയമീറ്റർ ഓഫ് ദി ഒറിഫൈസ്. അതായത് ഡി എന്ന് പറയുന്ന ഡയമീറ്ററുള്ള ഒരു ഒറിഫൈസിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് d/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ആ ഒരു ജെറ്റ്, അതായത് ആ വരുന്ന ലിക്വിഡിൻ്റെ ആ ഒരു ജെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ഡയമീറ്റർ അല്ല, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണും. പിന്നീട് അത് കോൺട്രാക്ഷൻ മാറിയിട്ട് എൻലാർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇതിനെയാണ് നമ്മൾ വെന കോൺട്രാക്റ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, the section at which maximum contraction of the jet is reached, it is called വെന കോൺട്രാക്റ്റ്. അപ്പോൾ അതിങ്ങനെ കോൺട്രാക്റ്റ് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഏറ്റവും കുറവ് ക്രോസ് സെക്ഷൻ കിട്ടും. അതിനെയാണ് നമ്മൾ വെന കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിഫൈസിൻ്റെ മൗത്തിൽ നിന്നും d/2 ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. പിന്നെ at this section the stream lines are straight and parallel to each other and perpendicular to the plane of orifice. Beyond this section the jet begins to expand and attracted downwards by gravity. Velocity of the particles at this section will be maximum. ഓക്കെ, ക്രോസ് സെക്ഷൻ അവിടെ കുറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള പാർട്ടിക്കിൾസിനായിരിക്കും ഏറ്റവും വെലോസിറ്റി കൂടുതലുള്ളത് ആ ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും, വെന കോൺട്രാക്റ്റിലായിരിക്കും. അതേപോലെ തന്നെ വെന കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി നമ്മുടെ ക്രോസ് സെക്ഷൻ പിന്നെയും എൻലാർജ് ചെയ്യുകയും ചെയ്യും. പിന്നെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഗ്രാവിറ്റി കാരണം ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴത്തേക്ക് പോവുകയും ചെയ്യും. സാധാരണ കേസിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നൊരു സംഗതിയല്ല ഇത്. ഓക്കെ, നമുക്ക് എന്താ പറയുക, നേക്കഡ് ഐ വെച്ചിട്ട് കാണാനായിട്ട് പറ്റില്ല. അടുത്തത് വരുന്നത് ഫ്ലോ ത്രൂ ആൻ ഓറിഫൈസ്. അപ്പോൾ നമുക്ക് ഓരോ ഇതിൻ്റെയൊക്കെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അതുപോലെ അതിൽ കൂടെ പോകുന്നതിൻ്റെ വെലോസിറ്റി, ഫ്ലോൻ്റെ വെലോസിറ്റിയും മറ്റും കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ടാങ്കാണ്, ഒരു സർക്കുലർ ടാങ്ക് വിത്ത് ഓറിഫൈസ് വിത്ത് ഷാർപ്പ് എഡ്ജ്. പിന്നെ ഫ്രീ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ താഴേക്കാണ്, അതായത് നമ്മൾ വാട്ടർ ലെവൽ നമ്മുടെ ഓറിഫൈസിൻ്റെ മൗത്തും താഴെയായിരിക്കും. ഡാറ്റം ലൈൻ പാസസ് ത്രൂ ദ ഒറിജിനൽ ആക്സസ് ഓഫ് ദി ഓറിഫൈസ്. ഓക്കെ, ഇവിടുത്തെ ഡാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓറിഫൈസിൻ്റെ ആക്സസിൽ തന്നെയാണ് വരുന്നത്. പോയിൻറ്റ് 1 എന്ന് പറയുന്നത്, 1 എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ആ പോയിൻറ്റ് 1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, പോയിൻറ്റ് 1 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് പോയിൻറ്റ് 1. ദെൻ പോയിൻറ്റ് 2 എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ഒറിഫൈസ് ഓഫ് ഡാറ്റം ഓൺ ഡാറ്റം
ലൈൻ ആൻഡ് വെന കോൺട്രാക്റ്റ്. അതായത് ഇതാണ് നമ്മുടെ പോയിൻ്റ് 2 എന്ന് പറയുന്നത്. അപ്ലൈ ബെർണോളിസ് തിയറം. ഈ രണ്ട് 1ലും 2ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുക. എന്താണ്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P1/ρg പ്ലസ് V1 പ്ലസ് Z1 ഇസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² പ്ലസ് Z2 എന്ന് കിട്ടി. ദെൻ P1/W ρg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം, യൂണിറ്റ് വെയിറ്റ് ആണ്. W കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ P1 P2 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ സർഫസിലാണ്. അതേപോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ ടാങ്കിനകത്തല്ല, പുറത്തുള്ള ഒരു പോയിൻ്റാണ്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും. അപ്പോൾ P1 ഇസ് ഈക്വൽ ടു P2 ഇസ് ഈക്വൽ ടു PA. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടേം എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് പോകും ആണല്ലോ. ദെൻ അപ്പോൾ ബാക്കി വരിക V1² പ്ലസ് Z1 ഇസ് ഈക്വൽ ടു V2² പ്ലസ് Z2 എന്ന് കിട്ടും. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V1 ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് നമ്മളുടെ മുകളിലുള്ള പാർട്ടിക്കിൾ അവിടെ അനങ്ങുന്നില്ല. അപ്പോൾ സോ ദാറ്റ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 0 ആണ്. അങ്ങനെയാണ്. സിൻസ് പോയിൻ്റ് 1 പാർട്ടിക്കിൾ ഇസ് അറ്റ് റെസ്റ്റ് കമ്പയർഡ് ടു ദ പാർട്ടിക്കിൾ അറ്റ് വെന കോൺട്രാക്റ്റ്. വെന കോൺട്രാക്റ്റിലുള്ള പാർട്ടിക്കിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ V1 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അതുപോലെ അപ്പോൾ എന്ത് കിട്ടും? Z1 ഇസ് ഈക്വൽ ടു V2² പ്ലസ് Z2 എന്ന് കിട്ടും. Z2 എന്ന് പറയുന്നത് 0 ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഡാറ്റം ലൈൻ പാസ് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ലൈറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ദി ഒറിഫൈസ് ഓൺ ദ ഡാറ്റം ലൈൻ ആൻഡ് ദി വെന കോൺട്രാക്റ്റ് ആണ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ Z2 എന്ന് പറയുന്നത് 0 എടുത്തത്. Z1 എത്രയാണ്? Z1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എന്ന് പറയുന്ന പോയിന്റിലത്തെ ഹെഡാണ്. ഡാറ്റം ലൈനിൽ നിന്നും ഇതാണ് നമ്മുടെ ഡാറ്റം ലൈൻ. ഇവിടെ നിന്നും 1 എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഹൈറ്റ് ക്യാപിറ്റൽ H ആണ്. ആ വാല്യൂയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ V2² എന്ന് പറയുന്നത് 2gh എന്ന് കിട്ടും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh എന്ന് കിട്ടും. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെന കോൺട്രാക്റ്റിൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, V2 ഇസ് ഈക്വൽ ടു √2gh. ഇതാണ് നമ്മളുടെ തിയറട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ എന്തായിരിക്കും? ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷന് നമ്മൾ ടോറിസെല്ലിസ് തിയറം എന്നാണ് പറയുന്നത്. എന്താണ് ടോറിസെല്ലിസ് തിയറം? ഇക്വേഷൻ മറക്കരുത്. ഇക്വേഷൻ മറക്കില്ല, പക്ഷേ ഇതിൻ്റെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ക്ലിയർ? നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് നമ്മൾ പറഞ്ഞു, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ നമ്മൾ പറഞ്ഞു, കോൺട്രാക്ഷൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം എന്താണെന്നും ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതും പ്രത്യേകം പഠിക്കണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. സി അതായത് C എന്നാണ് എഴുതുക. അതായത് നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ അതായത് ദ കോൺട്രാക്ഷൻ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദി coefficient known as coefficient of contraction, the ratio of the area of the jet at the vena contracta to the area of the orifice. Vena contracted അടുത്തുള്ള ഏരിയ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഒറിഫൈസിൻ്റെ ഏരിയ. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.61 മുതൽ 0.69 വരെയാണ് അതിൻ്റെ വാല്യൂസ് ഉണ്ടാവുക. നമ്മുടെ ഒറിഫൈസിൻ്റെ ഷേപ്പും സൈസും അനുസരിച്ചിട്ട്, അതുപോലെ വാട്ടറിൻ്റെ ഹെഡും എല്ലാം അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് 0.61 മുതൽ 0.69 വരെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി CV ആണ്. CV എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? റേഷ്യോ ഓഫ്
ratio of the actual velocity of the jet at the vena contracta to the theoretical velocity of the jet. Vena contractയിലുള്ള actual velocity divided by theoretical velocity of the jet. അതാണ് coefficient of velocity CV എന്ന് പറയുന്നത്. അപ്പോൾ V/√2gh ആണ്. CB യുടെ വാല്യൂ 0.95 മുതൽ 0.99 വരെയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സൈസിനും ഓറിഫൈസിൻ്റെ സൈസിനും ഷേപ്പിനും അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ജനറലായിട്ട് നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 0.98 എന്ന് പറയുന്ന വാല്യൂക്കാണ് നമ്മൾ എടുക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD എന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. അതും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ Q is equal to AV ആണെന്ന് നമുക്കറിയാം അല്ലേ. ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആക്ച്വൽ ഏരിയ ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കൽ ഏരിയ ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, A actual divided by A theoretical into V actual divided by V theoretical, അതായത് CC ഇൻറ്റു CV. അപ്പോൾ നമുക്ക് അവിടെ ഒരു റിലേഷൻ കിട്ടി, എന്താണ്, CD is equal to CC ഇൻറ്റു CV ആണ്. CDയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.6 മുതൽ 0.64 വരെയാണ് വാരി ചെയ്യുന്നത്. ജനറലി CDയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.62 ആണ്. ഈ മൂന്ന് വാല്യൂസിൻ്റെ റേഞ്ചും ഏകദേശം എടുക്കേണ്ട അപ്രോക്സിമേറ്റ് വാല്യൂ എന്നുള്ളതും കാണാതെ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, അടുത്തത് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് ആണ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ CD is equal to CV ഇൻറ്റു CC എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും അതിൻ്റെ ഡെറിവേഷനുമാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. Consider the tank containing water and flows out of tank through an orifice as shown in the figure. കാണിച്ചിരിക്കുന്ന ആ ഒരു ഫിഗർ നോക്കുക. ഒരു മുകളിലൊരു ടാങ്ക് ഉണ്ട്, അതിലേക്കൊരു വാട്ടർ സപ്ലൈ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഒറിഫൈസിൽ കൂടെ താഴെ വേറൊരു ടാങ്കിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെഷറിംഗ് ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, CV is determined by measurement of parabolic path of jet under a constant head h. Consider a particle of water in the jet at P as in the figure. P എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് P എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇവിടുത്തെ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ട്രാവൽസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x ഫ്രം ദ സെക്ഷൻ CC ടു ദി from the section CC, that is from the point of vena contractor in time t seconds. അതായത് നമ്മളുടെ CC എന്ന് പറയുന്ന സെക്ഷൻ ഇതാണ്. ഇവിടെ നിന്നും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, ഇവിടെ നിന്നും ഇതുവരെ അത് ട്രാവൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹൊറിസോണ്ടൽ പാത്താണ് പറയുന്നത്. ഈ ഒരു പരാബോളിക് പാത്തല്ല, അതിൻ്റെ ഹൊറിസോണ്ടൽ പാത്ത് x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ t സെക്കൻഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y is equal to half GT² ആണ് അല്ലേ. എന്താണ്, അതായത് നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇല്ലേ, അത് വെച്ചിട്ട് y is equal to s is equal to ut plus half at² എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്, അതായത് x is equal to v ഇൻറ്റു ടി എന്ന് പറയുന്നതിനെ നമുക്ക് t is equal to x by v എന്ന് എടുക്കാം അല്ലേ. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ t എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y is equal to half ഇൻറ്റു GT² എന്ന് പറയുന്നത് ടിക്ക് എന്ത് കൊടുക്കുക, x by v എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് gx² ഡിവൈഡഡ് ബൈ 2v² എന്ന് കിട്ടി. അതിൽ നിന്ന് v² ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ gx² ഡിവൈഡഡ് ബൈ 2y എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി v is equal to √gx² ഡിവൈഡ് ബൈ 2y. തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ √2gh ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി CV എന്ന് പറയുന്നത് v ആക്ച്വൽ ഡിവൈഡഡ് ബൈ v തിയററ്റിക്കൽ ആണ് അല്ലേ. ആക്ച്വൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു √gx² ബൈ 2y ആണ്, ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി √2gh ആണ്.
അങ്ങനെ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ x² ഡിവൈഡഡ് ബൈ 4hy എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ അതിന് x² എന്നുള്ളത് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ xi ഡിവൈഡ് ബൈ 4hy എന്ന് കിട്ടി. ഇനി ദ വാട്ടർ ഫ്ലോയിങ് ത്രൂ ആൻ ഓറിഫൈസ് അണ്ടർ കോൺസ്റ്റൻറ്റ് ഹെഡ് h കളക്റ്റഡ് ഇൻ എ മെഷറിംഗ് ടാങ്ക് ഫോർ നോൺ ടൈം t. അതായത് ഈ പുറത്തേക്ക് ഒറിഫൈസിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് താഴെ നമ്മളൊരു എന്താ പറയുക ഒരു മെഷറിംഗ് ടാങ്ക് വെച്ചിട്ട് ടി എന്ന് പറയുന്ന സമയത്തിനകത്താണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ മെഷറിംഗ് ടാങ്ക് ഈസ് നോട്ടഡ് ഡൗൺ. ദെൻ ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫൈസ് ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഏരിയ ഓഫ് ദ മെഷറിംഗ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. അതായത് നമുക്ക് അവിടുത്തെ ഡിസ്ചാർജ് കിട്ടി. ഇനി ദ തിയററ്റിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ക്യൂ തിയററ്റിക്കൽ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഒറിഫൈസ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി ആണ്. അപ്പോൾ a ഇൻറ്റു റൂട്ട് 2gh ആണ്. അപ്പോൾ സി ഡി ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ക്യൂ തിയററ്റിക്കലാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ a ഇൻറ്റു റൂട്ട് 2gh ആണ്. Coefficient of contraction can be found from the following reaction. CD is equal to CV into CC. അപ്പോൾ CC എന്ന് പറയുന്നത് CD by CV. അതായത് ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ആദ്യം നമുക്ക് CV കിട്ടി, ദെൻ അത് കഴിഞ്ഞിട്ട് CD കിട്ടി. ഓക്കെ, CVയും CDയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാം? CC എന്ന് പറയുന്നത് CD ഡിവൈഡ് ബൈ CV ആണെന്നറിയാം, അതിൽ നിന്നും കിട്ടും. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഫ്ലോ ത്രൂ ലാർജ് ഒറിഫൈസസ് ആണ്. ലാർജ് ഒറിഫൈസസിൽ കൂടിയുള്ള ഫ്ലോ. ഇഫ് ദ ഹെഡ് ഓഫ് ദ ലിക്വിഡ് ഈസ് ലെസ് ദാൻ 5 times ദ ഡെപ്ത് ഓർ ഹൈറ്റ് ഓഫ് ദ ഒറിഫൈസ്, ദ ഒറിഫൈസ് ഈസ് കോൾഡ് ലാർജ് ഒറിഫൈസ്. അതായത് നമ്മുടെ ഹെഡ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 5 times ദി ഹൈറ്റ് ഓഫ് ദ ഒറിഫൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒറിഫൈസിനെ ലാർജ് ഒറിഫൈസ് എന്നാണ് പറയുക. ഒരു കണ്ടീഷൻ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഫോർ സ്മോൾ ഒറിഫൈസസ് ദ വെലോസിറ്റി ഇൻ ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഓഫ് ജെറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A റൂട്ട് 2gh. ദെൻ CD ക്യാൻ ബി റിട്ടൺ ആസ് QA ബൈ Q തിയററ്റിക്കൽ. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ ആ എഴുതിയത് Q ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A ഇൻറ്റു റൂട്ട് 2gh എന്ന് പറയുന്നത്. ബട്ട് ഇൻ ലാർജ് ഒറിഫൈസ് velocity will not be constant because there is considerable variation in the head along the height of the orifice. ആദ്യം നമുക്കൊരു ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസിൽ കൂടിയുള്ള ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ H1 H2 അതുപോലെ H എന്ന് പറഞ്ഞിട്ട് 3 ടേംസ് കാണിച്ചിട്ടുണ്ട്. H1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് എബോവ് ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഒറിഫൈസ് ആണ്. ടോപ്പ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് ബോട്ടം എന്താ പറയുക എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ H1 എന്ന് പറയുന്നത് ടോപ്പ് എഡ്ജിൻ്റെ മുകളിലേക്കുള്ള ഹെഡാണ്. H2 എന്ന് പറയുന്നത് ബോട്ടം എഡ്ജിന് മുകളിലേക്കുള്ള ഹെഡാണ്. അതേസമയം H എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള ആ ഒരു ഹെഡാണ്. ഓക്കെ, ഇനി B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ ഒറിഫൈസ് ആണ്. ആ ഒറിഫൈസ് എത്ര വലിപ്പമുള്ളതല്ലെന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, B എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ ബ്രെഡ്ത്താണ്, D എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്താണ്. അപ്പോൾ ആ ഡെപ്തിനെ വേണമെങ്കിൽ നമുക്ക് H2 - H1 എന്ന് എഴുതാം. CD എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. കൺസിഡർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് DH. അതിൽ നമുക്കറിയാം D ആണ് അതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. അതിനകത്ത് DH എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യണം. അറ്റ് ഡെപ്ത് H ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് ദി ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്നും ലിക്വിഡിൻ്റെ ഈ ഫ്രീ സർഫസിൽ നിന്നും ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മളുടെ സ്മോൾ h എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ദി സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ DH ആയിരിക്കും. തിയററ്റിക്കൽ വെലോസിറ്റി നമുക്കറിയാം റൂട്ട് 2gh ആണ്. ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത് DQ ഇസ് ഈക്വൽ ടു CD ഇൻറ്റു ഏരിയ ഇൻറ്റു V തിയററ്റിക്കൽ ആയിരിക്കും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദി ഹോൾ ഒറിഫൈസ്. ടോട്ടൽ ഒറിഫൈസിൽ കൂടി പോകുന്ന കംപ്ലീറ്റ് ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചെറിയൊരു പോർഷൻ്റെ നമുക്കറിയാം. അപ്പോൾ ഫുൾ പോർഷൻ്റെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ H1 to H2.
H1 to H2 CD B into root 2GH DH. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം ഇൻ്റഗ്രേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അവിടെ എച്ച് ആണ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എച്ചിൻ്റെ ടേമിനെ മാത്രം ഉള്ളിൽ വെച്ചിട്ട് ബാക്കി കോൺസ്റ്റൻറ്റ് ടേംസിനെ എല്ലാം ഔട്ട്സൈഡ് എടുത്തു. റൂട്ട് എച്ചിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്ത് സാധനത്തിൻ്റെയും എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണ് അല്ലേ? റൂട്ട് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ ഹാഫ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 3/2 എന്ന് കിട്ടും. അപ്പോൾ എച്ച് റേസ് ടു 3/2 ബൈ 3/2 ഫ്രം H1 ടു H2. ഓക്കെ, ആ 3/2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2/3 ആയി. CD ഇൻറ്റു B ഇൻറ്റു റൂട്ട് 2G ഇൻറ്റു H2 മുതൽ H1 ടു H2 ആണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വേണം ചെയ്യാനായിട്ട്. H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2. അപ്പോൾ Q is equal to 2/3 ഇൻറ്റു CD ഇൻറ്റു B റൂട്ട് 2G ഇൻറ്റു H2 റേസ് ടു 3/2 മൈനസ് H1 റേസ് ടു 3/2. ഇതാണ് ഒരു ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസിൽ കൂടെയുള്ള ലിക്വിഡിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് പറയുന്നത് നമുക്ക് ഫുള്ളി സബ്മർജ്ഡ് ഒറിഫൈസിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ പാർഷ്യലി സബ്മർജ്ഡ് ആയിട്ടുള്ള ഒരു ഒറിഫൈസിൻ്റെ ഡിസ്ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫുള്ളി സബ്മർജ്ഡ് ഒറിഫൈസിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫുള്ളി സബ്മർജ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജ് എല്ലാം കവർ ചെയ്തിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ നിൽക്കുന്നത്. If whole of the outlet side of an orifice under the liquid is known as fully drawn orifice അല്ലെങ്കിൽ wholly submerged orifice എന്ന് പറയുന്നത്. അതിൽ H1 H2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിലും ബോട്ടം എഡ്ജിനും മുകളിലേക്കുള്ള വാട്ടറിൻ്റെ ഹെഡാണ്. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സൈഡിലത്തെ വാട്ടർ സർഫസ് മുതൽ അപ്സ്ട്രീം സൈഡിലെ വാട്ടർ സർഫസ് വരെയുള്ള ആ ഹൈറ്റ് ഡിഫറൻസ് ആണ്. ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഒറിഫൈസ് ആണ്. സി ഡി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അതിൽ 1 എന്ന് കാണിച്ചിട്ടുള്ള ഭാഗം നമ്മുടെ അപ്സ്ട്രീം സൈഡ് പോയിൻറ്റും 2 എന്ന് പറയുന്നത് അവിടുത്തെ വെന കോൺട്രാക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് ഓഫ് വാട്ടർ എബവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡിൽ, അതായത് 1 എന്ന് പറയുന്ന പൊസിഷനിൽ അവിടേക്ക് മേലേക്കുള്ള വാട്ടറിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? H1 ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പോർഷനും കൂടി ഉണ്ട്. അതായത് H1 മൈനസ് H2 ഡിവൈഡഡ് ബൈ H2 മൈനസ് H1 ബൈ 2 എന്ന് പറയുന്നത് അല്ലേ? അതെങ്ങനെ കിട്ടിയേ? ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? H2 മൈനസ് H1 ആയിരിക്കില്ലേ? അതിൻ്റെ പകുതിയല്ലേ ഇത്രയും വരിക. അപ്പോൾ അതുകൊണ്ടാണ് H1 പ്ലസ് H2 മൈനസ് H1 ഡിവൈഡ് ബൈ 2 എന്ന് വന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു H1 പ്ലസ് H2 ബൈ 2. ഇനി ഹൈറ്റ് ഓഫ് വാട്ടർ എബവ് ദി സെൻറ്റർ ഓഫ് ദി ഒറിഫൈസ് ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് 1 എന്ന് പറയുന്ന അപ്സ്ട്രീം സൈഡിലാണ്. ഇതേപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് H1 പ്ലസ് H2 ബൈ 2 മൈനസ് H എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൈറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. അതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഈ H1 പ്ലസ് H2 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ എന്ത് കൂടെ ആഡ് ചെയ്യണം? നമ്മളുടെ ഈ ഒരു H കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗത്തുള്ള 2 എന്ന് പറയുന്ന പൊസിഷനിൽ മേലേക്കുള്ള വാട്ടറിൽ ഹെഡ് കിട്ടില്ലേ? അപ്പോൾ അതാണ് അവിടുത്തെ എന്ന് പറയുമ്പോൾ ഇത് കുറയ്ക്കണം അല്ലേ? ഇവിടെ മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് നമുക്ക് വേണ്ടു. അപ്പോൾ എന്ത് കിട്ടും? H1 പ്ലസ് H2 ബൈ 2 മൈനസ് H എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? 1ലും 2ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുക. ഇവിടെ Z1 Z2 എന്ന് പറയുന്നത് 0 ആണ്, അതായത് ഈക്വൽ ആണ്. 0 ആണെന്നല്ല, അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കട്ട് ചെയ്ത് പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്സസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ P1 ബൈ ρg എന്ന് പറയുന്നത് നമുക്ക് H1 പ്ലസ് H2 ബൈ 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. P2 ബൈ ρg എന്ന് പറയുന്നത് H1 പ്ലസ് H2 ബൈ 2 മൈനസ് H എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ആ വാട്ടർ ഹെഡ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇതെല്ലാം നമ്മളുടെ എന്ത് ചെയ്യുക? ബെർണോളിസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വെലോസിറ്റി V1 എന്ന് പറയുന്നത് 0 ആണ്. V1 0 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ അപേക്ഷിച്ച് 2ലുള്ളതിനെ അപേക്ഷിച്ചിട്ട് റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് V1 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്നും V2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും എന്ത്? റൂട്ട് ഓഫ് 2GH എന്ന് കിട്ടും. ഏരിയ ഓഫ് ഒറിഫൈസ് എന്ന് പറയുന്നത് B ഇൻറ്റു H2 മൈനസ് H1 ആണ്.
അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് സി ഡി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ സി ഡി ഇൻറ്റു ബി ഇൻറ്റു H2 - H1 ഇൻറ്റു √2G H. H എന്ന് പറയുന്നത് ക്യാപിറ്റൽ H. ഓക്കെ, രണ്ട് വാട്ടർ ലെവൽ തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു ഫുള്ളി സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒറിഫൈസിൽ കൂടിയുള്ള ഒരു ലാർജ് ഒറിഫൈസിൽ കൂടിയുള്ള റെക്റ്റാങ്കുലർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഒറിഫൈസിൽ കൂടിയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q = CD ഇൻറ്റു ബി ഇൻറ്റു H2 - H1 √2G H ആണ്. ഓക്കെ, ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ്. പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് എന്ന് പറയുമ്പോൾ ഇഫ് ദി ഔട്ട്ലെറ്റ് side of an orifice is partially under water or liquid, it is known as partially drowned orifice or partially submerged orifice. Discharge through the partially submerged orifice will be equal to the discharge through the free orifice plus discharge through the submerged orifice. ഇതിൻ്റെ രണ്ടിൻ്റെ സം ആയിരിക്കും നമുക്ക് പാർഷ്യലി സബ്മർജ്ഡ് ആയിട്ടുള്ള ഒറിഫൈസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻ്റെ സം എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.